السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മിൽ നിന്ന് വിട പറഞ്ഞ മുഴുവൻ മുഅ്മിനീങ്ങൾക്കും അവന്റെ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പള്ളിയുടെ ഖബർസ്ഥാനിൽ വിശ്രമിക്കുന്ന മുഅ്മിനീങ്ങൾക്കെല്ലാം അല്ലാഹുവിന്റെ മഗ്ഫിറത്തിന്റെ കവാടങ്ങൾ അല്ലാഹു തആല തുറന്നു കൊടുക്കട്ടെ. വിവിധ ഉദ്ദേശങ്ങളെ കൊണ്ട് ദുആ ചെയ്യാൻ വസിയ്യത്ത് ചെയ്തവരുണ്ട്. എല്ലാവരുടെ ഹലാലായ മുറാദുകളെയും അല്ലാഹു പൂർത്തിയാക്കട്ടെ. രോഗികൾക്ക് അല്ലാഹു ആജിലായ ശിഫായിനെ പ്രദാനം ചെയ്യട്ടെ. ജീവിക്കുന്ന കാലം അത്രയും ഇസ്സത്തോടെ റബ്ബിന്റെ ത്വാഅത്തിലായി ജീവിക്കാനും വഫാത്തിന്റെ നേരത്ത് പൂർണ്ണ ഈമാനോടെ കലിമ ചൊല്ലി ലോകത്തോട് വിട പറയാനും റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിൽ മനുഷ്യവാസമുള്ള കാലത്തോളം ഖിയാമത്ത് നാൾ വരെ അള്ളാഹുവിന്റെ ദീനിനെ നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുമെന്ന് ഖുർആൻ തന്നെ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളതാണ്. ഇന്നാ നഹ്നു നസ്സൽന الذിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. പരിശുദ്ധമായ ശരീഅത്തിനെ ഖുർആനിനെ അവതരിപ്പിച്ചത് അല്ലാഹുവാണ്. ഒരു സംശയവും വേണ്ട. ആ ദീനിനെ, ശരീഅത്തിനെ, വിശുദ്ധ ഖുർആനിനെ റബ്ബ് ഈ ഭൂമിയിൽ സംരക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് പ്രഖ്യാപനമായി അവതരിക്കപ്പെട്ടിട്ടുണ്ട്. ദീനിന്റെ നിലനിൽപ്പ്, ദീനി നിയമങ്ങളുടെ സംരക്ഷണവും നിലനിൽപ്പൊക്കെ എങ്ങനെയാണ്? അതിനുവേണ്ടിയാണ് അല്ലാഹു തആല പ്രവാചകന്മാരെ നിയോഗിക്കുന്നത്. അമ്പിയാക്കളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന വഹയിന്റെ ദിവ്യബോധനങ്ങൾ അത് പിന്നീട് പണ്ഡിതന്മാരിലൂടെ, ഉലമായിലൂടെ ജ്ഞാനപ്രസരണം ഒരു ദീപശിഖ കൈമാറ്റം ചെയ്യപ്പെടുന്ന പോലെ അന്ത്യനാൾ വരെയുള്ള ഉമ്മത്തിന് അല്ലാഹു തആല അതിന്റെ വിതരണത്തെ സാധ്യമാക്കി കൊടുക്കുകയാണ്. അപ്പൊ ലോകത്ത് മുസ്ലിമീങ്ങൾ അധിവസിക്കുന്ന പ്രദേശങ്ങളിലൊക്കെയുള്ള ഏറ്റവും വലിയൊരു നിഅമത്ത്, അനുഗ്രഹം എന്ന് പറയുന്നത് തങ്ങളുടെ ഭൂപ്രദേശങ്ങളിൽ പരിശുദ്ധ ദീനിന്റെ നിയമജ്ഞരായിട്ടുള്ള പണ്ഡിതന്മാരുടെ സാന്നിധ്യം ഉണ്ടാകലാണ്. ഈ കേരളക്കരക്ക് അല്ലാഹു തആല അങ്ങനെയുള്ള വലിയ സൗഭാഗ്യങ്ങൾ നൽകി. ആ സൗഭാഗ്യങ്ങളുടെ തുടർച്ചയിലാണ്, ആ നിഅമത്തിന്റെ പൂർത്തീകരണത്തിലാണ് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരുടെ പരിശ്രമത്തിന്റെ ഫലമായി നമ്മുടെ നാട്ടിലുള്ള ദീനീ സ്ഥാപനങ്ങളും സംരംഭങ്ങളും ഈ ദീനീയായ സംസ്കാരങ്ങളും ചുറ്റുപാടുകളും ഒക്കെ സംരക്ഷിക്കപ്പെടുന്നത്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കഴിഞ്ഞ 100 കൊല്ലമായിട്ട് നിർവഹിക്കുന്ന ദൗത്യം അതാണ്. ആ മഹാപണ്ഡിത പ്രസ്ഥാനത്തിന്റെ അമരത്തിരുന്ന് ദീർഘമായ പതിറ്റാണ്ടുകൾ ഈ നാടിനും ഉമ്മത്തിനും സമുദായത്തിനും സേവനം ചെയ്ത് ആയിരക്കണക്കിന് പണ്ഡിതന്മാരെ സമൂഹത്തിന് സമ്മാനിച്ച് തന്റെ ജീവിതത്തിന്റെ വാർദ്ധക്യ ദശയിൽ പോലും ഉമ്മത്തിനു വേണ്ടി ഓടി നടന്ന് വിട പറഞ്ഞ ഒരു മഹാമനീഷി കഴിഞ്ഞ ആഴ്ച ഈ ലോകത്തോട് വഫാത്തായി. ആദരണീയരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി, പട്ടിക്കാട് ജാമിയ നൂരിയ അറബിയയുടെ പ്രിൻസിപ്പൽ, ആയിരക്കണക്കിന് ഞങ്ങളടക്കമുള്ള ഫൈളി പണ്ഡിതന്മാരുടെ ഗുരുവര്യർ, നൂറുകണക്കിന് മഹല്ലുകളുടെ ഖാദിയൊക്കെ ആയിട്ടുള്ള ഷെയ്ഖുൽ ജാമിയ പ്രൊഫസർ കെ ആലിക്കുട്ടി ഉസ്താദ് നവ്വറല്ലാഹു മർഖദ കഴിഞ്ഞ ആഴ്ച ഈ ലോകത്തോട് വിട പറയുകയുണ്ടായി. ഒരു ആലിമിന്റെ വഫാത്ത്, ഒരു പണ്ഡിതന്റെ വേർപാട് ഉമ്മത്തിനുണ്ടാക്കുന്ന നഷ്ടം ചെറുതല്ല. മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരു പണ്ഡിതൻ ലോകത്തോട് വിട പറഞ്ഞു പോയാൽ അവിടെ അവശേഷിക്കുന്ന ഒരു വിടവ് ഒരിക്കലും നികത്താൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണാം, ഈ ഭൂമി ലോകത്ത് അള്ളാഹുവിന്റെ ദീനിനെ നിലനിർത്തുന്ന ഉത്തരവാദിത്വം നിറവേറ്റുന്നവരാണ് പണ്ഡിതന്മാർ. ആ ആലിമീങ്ങളുടെ വഫാത്ത്, ആ വഫാത്തോടുകൂടിയാണ് ഭൂമിയിൽ നിന്ന് ഇൽമ് പതുക്കെ പതുക്കെ ഉയർത്തപ്പെടുന്നത് എന്നാണ്. ഖിയാമത്ത് നാളാകുമ്പോഴേക്ക് പരിശുദ്ധ ഇസ്ലാമിന്റെ ഒരു ശോഭ കെട്ടുപോകുന്ന
അതിന്റെ തിളക്കം മങ്ങിപ്പോകുന്ന പ്രവണതകൾ ഉണ്ടാകും. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ആലിമീങ്ങളുടെ വഫാത്തോടു കൂടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബികളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വഹി എഴുതിയിരുന്ന, ഖുർആൻ എഴുതി വെച്ചിരുന്ന സ്വഹാബിയാണ് സെയ്ദ് റളിയല്ലാഹു അൻഹു. മഹാനായ സെയ്ദ് റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് വിട പറഞ്ഞു പോയ നേരം സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത് വലിയ നഷ്ടമായിരുന്നു. മഹാനവറുകളെ ഖബറിലേക്ക് ഇറക്കി വെച്ചപ്പോൾ റഈസുൽ മുഫസ്സിരീൻ എന്നറിയപ്പെടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് ഇൽമു നൽകട്ടെ എന്ന് പറഞ്ഞ് പ്രത്യേകമായി ദുആ ചെയ്തിരുന്ന മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ തന്റെ കൂടെ കൂടിയിരുന്ന ആളുകളോട് പറഞ്ഞു, ഈ ഖബറിലേക്ക് ഇറക്കപ്പെട്ടിരിക്കുന്നത് ഒരു ആലിമാണ്, ഒരു പണ്ഡിതനാണ്. ഇവിടെ മറമൂടപ്പെടുന്നത് ഒരു ആലിമിന്റെ ശരീരം മാത്രമല്ല, അനേകം ഇൽമുകൾ കൂടിയാണ് ഇവിടെ ഖബറടക്കം ചെയ്യപ്പെടുന്നത് എന്ന്. പണ്ഡിതന്മാരുടെ വഫാത്ത് ഉമ്മത്തിനുണ്ടാക്കുന്ന നഷ്ടം അത്ര വലുതാണ്. കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ കേരളത്തെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെയും ഒക്കെ ശബ്ദമായി ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദീനിന്റെ പ്രചാരണം നടത്തിയ മഹാനായ പണ്ഡിതനായിരുന്നു ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ജാമിയ. അള്ളാഹു അവിടുത്തേക്ക് ഉഖ്റവിയായ ദറജകളെ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. നമ്മുടെ മഹാന്മാരായ മഹത്വങ്ങളോട് കൂടെ സ്വർഗീയ ലോകത്ത് ഒത്തുചേരാൻ അള്ളാഹു നമുക്കും അവർക്കും ഒക്കെ തൗഫീഖ് നൽകട്ടെ. അവരോട് കൂടെ ഫിർദൗസുൽ അഅലയിൽ നമ്മൾ ഒരുമിപ്പിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. തന്റെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും പരിശുദ്ധ ഇസ്ലാമിന്റെ ആത്മീയ വഴിയെ, തസവ്വുഫിന്റെ ജ്ഞാനബോധത്തെ നിലനിർത്തി ജീവിക്കുന്ന ഒരു മഹാമാതൃക. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ 81 വർഷം ജീവിച്ചു. ആ 81 വർഷത്തിൽ 65 കൊല്ലവും ദീനീ സേവനത്തിന്റെ പാതയിലാണ്. തന്നെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇൽമു കരഗതമാക്കി വലിയ മഹാപണ്ഡിതന്മാരിൽ നിന്നും ഇൽമു പഠിച്ചു. എന്നിട്ട് പിന്നെ സേവന സന്നദ്ധമായിട്ട് ഇറങ്ങുകയാണ്. 6.5 പതിറ്റാണ്ട് കാലം നീണ്ട സേവനം. ബഹുമാനപ്പെട്ടവർ കേരളത്തിലെ വളരെ പ്രഗത്ഭരായ ആലിമീങ്ങൾ ഈ കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന കാലത്ത് അവരുടെ ഗുരുത്വവും പൊരുത്തവും സ്വീകരിച്ചുകൊണ്ട് പഠനം നടത്തിയ മഹാനാണ്. ജാമിഅ നൂരിയ അറബിയയിൽ പഠിക്കുന്ന കാലത്ത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അന്ന് ജാമിയയിൽ മഹാനായ ഷെയ്ഖ് സമസ്തയുടെ ജനറൽ സെക്രട്ടറി ഷെയ്ഖുനാ ശംസുൽ ഉലമാഇ നബ്ബറല്ലാഹു മർഖദ മഹാനവറുകളുണ്ട്. കൂട്ടുമൽ അബൂബക്കർ മുസ്ലിയാർ നബ്ബറല്ലാഹു മർഖദ, വളരെ വലിയ പ്രഗത്ഭരായ പണ്ഡിതന്മാർ ജീവിച്ചിരിക്കുന്ന കാലത്ത്, മഹാനായ കണ്ണിയത്ത് ഉസ്താദ് നബ്ബറല്ലാഹു മർഖദ ഇവരൊക്കെയുള്ള കാലത്ത് ജാമിഅ നൂരിയ അറബിയയുടെ സുവർണ കാലഘട്ടം എന്ന് കരുതപ്പെട്ടിരുന്ന ആ കാലം, അന്ന് അവിടെ പഠനം നടത്താൻ ഭാഗ്യമുണ്ടായി എന്ന് മാത്രമല്ല, ഈ ഉസ്താദുമാരുടെ ഗുരുത്വവും പൊരുത്തവും സ്വീകരിച്ചുകൊണ്ട് വളർന്നു. അന്ന് 1960കളിൽ നമ്മുടെ അറബ് ലോകത്ത് വലിയ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. മുസ്ലിമീങ്ങൾക്ക് വലിയ നഷ്ടം സംഭവിച്ച കാലമാണ് 1967. ആ കാലത്ത് അറബ് ലോകത്തു നിന്നുള്ള വാർത്തകൾ നമ്മുടെ മലയാളക്കരയിലേക്ക് എത്തുക എന്നത് വളരെ കുറവായിരുന്നു. അന്ന് അത്രമേൽ വലിയ അറബി പ്രാവീണ്യമുള്ള പണ്ഡിതർ, ആഗോള ചലനങ്ങളെ നിരീക്ഷിക്കുന്ന പണ്ഡിതരൊക്കെ കുറവുള്ള ഒരു കാലം. ആ കാലത്ത് അറബ് റേഡിയോകളെ സംഘടിപ്പിച്ച് അതിൽ നിന്ന് വിവരങ്ങളെ ശേഖരിച്ച് ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ ശംസുൽ ഉലമാഇ നബ്ബറല്ലാഹു മർഖദ മഹാനവറുകൾക്ക് മൊഴിമാറ്റം ചെയ്തു കൊടുത്തിരുന്ന വളരെ ചുറുചുറുക്കുള്ള ആഗോള ചലനങ്ങളെ, സ്പന്ദനങ്ങളെ തിരിച്ചറിയുന്ന ഒരു പണ്ഡിതനായി ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ജാമിയ ആലിക്കുട്ടി ഉസ്താദ് വളർന്നു വന്നിരുന്നു. അന്ന് മുതൽ മഹത്തുക്കളായ ഉസ്താദുമാരുടെ മനസ്സിൽ പതിഞ്ഞ നാമമാണ്. പിന്നെ തന്റെ സേവന സന്നദ്ധമായ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങി ഓരോ ഘട്ടങ്ങളിലും ഈ ഉസ്താദുമാരുടെ ആശീർവാദങ്ങളെ സ്വീകരിച്ചുകൊണ്ട് 10 കൊല്ലങ്ങൾക്ക് ശേഷം അതേ ജാമിഅ നൂരിയയിൽ തന്നെ അധ്യാപകനായി ഉസ്താദായിട്ട് ജോലി ചെയ്യുന്നു. അന്ന് തുടങ്ങിയതാണ് 1978 മുതൽ തുടങ്ങിയ അധ്യാപനം. ആ അധ്യാപനം ഏതാണ്ട് അരനൂറ്റാണ്ടിനോടടുത്ത കാലത്ത് അധ്യാപനം നടത്തി ജാമിഅയിൽ. അത് കേവലം ഏതെങ്കിലും ഒരു വിഷയങ്ങളെ മാത്രമായിരുന്നില്ല. ഇടക്കാലത്ത് അവിടെ വളരെ ഗവേഷണ പഠനങ്ങൾ ജാമിഅയിൽ നടക്കപ്പെട്ടിരുന്ന കാലങ്ങളിൽ 4 മദ്ഹബിന്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളും ഓതിക്കൊടുത്തിരുന്നു ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ജാമിയ. പക്ഷെ അവരുടെ ആ ജ്ഞാനത്തിന്റെ വലുപ്പമോ ജ്ഞാനത്തിന്റെ ഗരിമയോ ഒന്നും അവരുടെ സംസാരങ്ങളിലോ സമീപനങ്ങളിലോ ഇടപെടലുകളിലോ ഒരിക്കൽ പോലും കാണുമായിരുന്നില്ല. എല്ലാവരുടെ മുമ്പിലും പൂർണ്ണ വിനയാന്വിതരായി, എല്ലാവരോടും വിനയം കാണിച്ച്, ഒരാളോടും അധികപ്പറ്റിന്റെ വർത്തമാനം പറയാതെ 4 പേര് കൂടിയിരിക്കുമ്പോൾ പരസ്പരമുള്ള കക്ഷിത്വങ്ങളെ തമ്മിൽ പറയുന്ന ഘട്ടങ്ങളിൽ പോലും
അതിലൊന്നും പങ്കുചേരാതെ അർത്ഥഗർഭമായ മന്ദസ്മിതം തൂക്കിക്കൊണ്ട് സഞ്ചാരങ്ങളിൽ, സഹവാസങ്ങളിൽ എല്ലാവർക്കും പ്രിയപ്പെട്ടവരായി മാറി. അതുകൊണ്ട് ആ മഹാനവറുകൾ വഫാത്തായപ്പോൾ അവിടുത്തെ അനുസ്മരണങ്ങൾ, അവിടുത്തെ സ്മരണായോഗങ്ങൾ, അത് എതിർചേരികളിലുള്ള സംഘങ്ങൾ വരെ മഹാനവറുകളെ സ്മരിക്കുവാൻ ധൃതി കൂട്ടി കടന്നു വരുന്നു എന്നത് ആ മഹാനുഭാവൻ തന്റെ ജീവിതത്തിൽ കാണിച്ച ആ മനോഹരമായ ഒരു ജീവിത ശൈലിയുടെ, ആത്മീയ ജീവിതത്തിന്റെ പ്രതിഫലനമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില മുഅ്മിനീങ്ങളായ ആളുകൾക്ക് കൊടുക്കുന്ന ഒരു തൗഫീഖാണ്. ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ തന്റെ ഹിക്മിൽ പറയുന്ന മനോഹരമായ ഒരു വാക്യമുണ്ട്. എന്താണ്? ഒരു മനുഷ്യന് മൻ ബൂരിക ലഹു ഫീ ഉംരിഹി, അല്ലാഹു തആല ഒരാളുടെ ആയുസ്സിൽ ബറക്കത്ത് ചെയ്താൽ, ഒരാളുടെ ആയുസ്സിലേക്ക് അല്ലാഹു തആല ബറക്കത്ത് കൊടുത്താൽ, അദ്റക ഫീ യസീരിൻ മിനസ് സമനി മിൻ മിനല്ലാഹി തആല, ചെറിയ കാലം കൊണ്ട് തന്നെ വലിയ നിഅമത്തുകളെ അദ്ദേഹത്തിൽ പ്രകടമാകാൻ കഴിയും. മാ ലാ യദ്ഖുലു തഹ്ത ദവാഇരിൽ ഇബാറ വലാ തൽഹഖുൽ ഇശാറ, നമുക്ക് വർണ്ണിക്കാൻ കഴിയാത്ത, നമുക്ക് സൂചനകളെ കൊണ്ട് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത അത്ഭുതകരമായിട്ടുള്ള നിഅമത്തുകൾ അവരുടെ ജീവിതത്തിൽ അല്ലാഹു തആല നൽകും. കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നൽകാൻ കഴിയുക, അത് പ്രത്യേകമായ ഒരു തൗഫീഖാണ്. എല്ലാവർക്കും ലഭിക്കുന്ന കാര്യമല്ല. സാഹചര്യങ്ങൾ അനുകൂലമാകണം, സന്ദർഭങ്ങൾ അനുയോജ്യമാകണം. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ മാത്രം നടക്കുന്ന ഒന്നാണ്. ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ജാമിഅ അവർക്ക് അവരുടെ ജീവിതത്തിൽ അല്ലാഹു തആല നൽകിയിരുന്ന ഏറ്റവും വലിയൊരു തൗഫീഖ് ഇതായിരുന്നു. ഏറ്റവും വലിയൊരു തൗഫീഖ്, കുറഞ്ഞ സമയം കൊണ്ട് എത്ര സാന്നിധ്യങ്ങളാണ്. ഒരേ സമയത്ത് പണ്ഡിതനാകുന്നു, ആയിരക്കണക്കിന് ഫൈലുമാരെ വാർത്തെടുക്കുന്നു. അതേ സമയത്ത് നമ്മുടെ രാജ്യത്തെ വഖഫ് ബോർഡിന്റെ കമ്മിറ്റിയിൽ, ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാൻഷിപ്പിൽ, കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷനായി, കേന്ദ്ര ഇന്ത്യയിലെ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ കമ്മിറ്റിയിൽ അംഗമായി, ഇങ്ങനെ ഇന്ത്യയിലുടനീളം വൈവിധ്യമായ മേഖലകളിൽ മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട്, അഹ്ലുസുന്നത്തി വൽ ജമാഅയെ പ്രതിനിധീകരിച്ചുകൊണ്ട് നടത്തിയ ഇടപെടലുകൾ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അത് ചർച്ചയായി. ലോക പണ്ഡിത വേദികളിൽ റാബിത്തത്തുൽ ആലമിൽ ഇസ്ലാമി എന്ന് പറയുന്ന ലോക പണ്ഡിതന്മാരുടെ കൂട്ടായ്മ വേദിയിൽ സമസ്തയുടെ ശബ്ദമായി, കേരളത്തിന്റെ മുഖമായി അവിടെ പോയി ജ്ഞാനപ്രബന്ധങ്ങൾ അവതരിപ്പിച്ച് തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിൽ നിർണായക സ്വാധീനമായി മാറി. ആഫ്രിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ ജാമിഅ നൂരിയയുടെ ഓഫ് ക്യാമ്പസുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി രാജ്യങ്ങളിലൂടെ യാത്രകൾ നടത്തി, ദഅവത്ത് നടത്തി, തന്റെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗം ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തി. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവസാന വിധി പ്രസ്താവം വന്ന വർഷം നമുക്ക് ഓർമ്മയുണ്ട്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് വാട്സാപ്പുകളൊക്കെ അഡ്മിൻ ഓൺലി ആക്കണം എന്നൊക്കെ പറഞ്ഞ് സുപ്രീം കോടതിയുടെ വിധി പ്രസ്താവം വരുന്ന അന്ന് നമ്മളെല്ലാവരും മൗനം പാലിച്ചിരുന്ന ഒരു ഘട്ടം. വേദനയുണ്ടെങ്കിലും അത് അവിചാരിതമായ, അവിവേകമായ സമീപനങ്ങളിൽ പോകരുത് എന്ന് കരുതി മൗനം പാലിച്ചിരുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. അന്ന് മുസ്ലിം സമുദായത്തിന് പള്ളി നിർമ്മിക്കുവാൻ മറ്റൊരു ഭൂമി നൽകുക എന്ന തീരുമാനം അവതരിക്കപ്പെട്ട ഘട്ടത്തിൽ മൗനം അവലംബിക്കപ്പെട്ട സമയത്ത് അന്ന് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ യോഗത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ജാമിഅ മുന്നോട്ട് വെച്ച വളരെ കർശനമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ, ചില അഭിപ്രായ പ്രകടനങ്ങൾ, അത് സമസ്തയുടെ ഭാഗമായിട്ട് നൽകപ്പെട്ട അഭിപ്രായ പ്രകടനങ്ങൾ, അത് ആ വിധിയുടെ നൈതികതയെ ചോദ്യം ചെയ്തുകൊണ്ട് നടത്തിയ പ്രസ്താവനകൾ, അത് ദേശീയ മാധ്യമങ്ങളിൽ വാർത്തയായിരുന്നു. അങ്ങനെ വളരെ നിർണായകമായ ഘട്ടങ്ങളിൽ മുസ്ലിം ഉമ്മത്തിന് വേണ്ടി ഇടപെടാനും സംസാരിക്കുവാനും, നമ്മുടെ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി, മുസ്ലിം സമുദായത്തിന്റെ ജ്ഞാനോന്മുഖങ്ങളായ പുരോഗതിക്ക് വേണ്ടി സൗമ്യമായി നിന്ന് സംസാരിക്കുവാൻ മഹാനവറുകൾക്ക് കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ഇത്തരം വൈവിധ്യമാർന്ന കൃത്യാന്തര ബാഹുല്യങ്ങൾക്കിടയിലും ഒരാൾക്ക് ഈ ആത്മീയ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്? റബ്ബ് കൊടുക്കുന്ന ഒരു തൗഫീഖാണ്. അത് മഹത്തുക്കളുടെ സിൽസിലയിലൂടെ കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭാഗ്യമാണ്. മഹാനവറുകൾ എത്ര തിരക്കുള്ള ജീവിതം നയിക്കുകയാണെങ്കിലും അവിടുത്തെ ആത്മീയമായ ചിട്ടകൾക്ക് ഒരു മുടക്കവും വന്നിരുന്നില്ല. അത് വളരെ പ്രധാനമാണല്ലോ. നമ്മുടെ പൊതുജീവിതത്തെക്കാൾ മനോഹരമായിരിക്കണം നമ്മുടെ സ്വകാര്യ ജീവിതം. അല്ലാഹുമ്മ ജഅൽ സരീറതനാ ഖൈറൻ മിൻ അലാനിയതിനാ എന്ന് ദുആ ചെയ്യാൻ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്റെ സ്വകാര്യ ജീവിതം എന്റെ പൊതുജീവിതത്തെക്കാൾ മനോഹരമാക്കണേ എന്ന്. ബഹുമാനപ്പെട്ടവർ പാതിരാ സമയത്ത് തന്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ കഴിഞ്ഞ്, തന്റെ പ്രോഗ്രാമുകളൊക്കെ കഴിഞ്ഞ് മടങ്ങിയെത്തിയാലും, രാത്രി 1 മണി 2 മണിക്കൊക്കെ മടങ്ങിയെത്തിയാലും 1 മണിക്കൂറോ 1.5 മണിക്കൂറോ മാത്രം ഉറങ്ങി പുലർച്ചെ 3 മണിക്കോ 2.5 മണിക്കൊക്കെ എഴുന്നേൽക്കും. എന്നിട്ട് കുളിച്ച് ഫ്രഷായി അവിടുത്തെ ബാഗിൽ ഒരു ചെറിയ കിതാബുണ്ട്. അതിൽ നിറയെ ഔറാദുകളാണ്, മശായിഖുമാർ കൊടുത്ത ഔറാദുകൾ. ആ ഔറാദുകൾ ചൊല്ലിയിരിക്കും സുബ്ഹി വരെ. വീട്ടിലുണ്ടെങ്കിൽ
തിരൂർക്കാട് ജുമുഅത്ത് പള്ളിയിലെ മിഹ്റാബിൽ സുബ്ഹിക്ക് ഇമാമ് നിൽക്കാൻ ശൈഖുനയുണ്ടായിരിക്കും. ദീർഘദൂര യാത്രകൾ കഴിഞ്ഞു വന്നതാണ്. കാസർഗോഡ് ഖാദിയായി വർഷങ്ങൾ സേവനം ചെയ്തു. അവിടെ പാതിരാ സമയത്തെത്തിയാലും പിറ്റേന്ന് പുലർച്ചെ തന്നെ കാത്തിരിക്കുന്ന അനേകം മഹല്ലുകാരുണ്ടെങ്കിലും ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ സുബ്ഹിന്റെ വളരെ മണിക്കൂറുകൾക്ക് മുമ്പ് എഴുന്നേറ്റ് ഇബാദത്തുകളിലൂടെ സജ്ജമായി, എന്നിട്ട് ജമാഅത്തിന് നേതൃത്വം കൊടുത്ത് അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന ഒരു ആത്മീയ ജീവിതം. ഒരു യാത്ര പോവുകയാണെങ്കിൽ നമ്മുടെ ഈ വഴികളിലൂടെ യാത്ര പോകുമ്പോൾ ആ പരിസരത്തൊക്കെ വിശ്രമിക്കുന്ന മഹത്തുക്കളായ സൂഫികളിലേക്ക്, അവിടെ മഖ്ബറകളിലേക്ക് ഫാത്തിഹ ഹദിയ ചെയ്തുകൊണ്ട് സിയാറത്ത് ചെയ്യുകയോ അല്ലെങ്കിൽ അവർക്ക് ഫാത്തിഹ ഓതുകയോ അവരെ കൊണ്ട് തവസ്സുലാക്കി ദുആ ചെയ്യുകയോ ഒക്കെ ചെയ്ത് അങ്ങനെ ഒരു ആത്മീയ ബന്ധം സ്ഥാപിക്കുക. ജീവിച്ചിരിക്കുന്ന സൂഫികളെ കാണുകയും അവരെ കൊണ്ട് പൊരുത്തം വാങ്ങുകയും ചെയ്യുക. ഷെയ്ഖുനാ അത്തിപ്പറ്റ ഉസ്താദിനെയും കോയക്കുട്ടി ഉസ്താദിനെയും ഒക്കെ സന്ദർശിക്കുകയും അവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന രംഗം നമ്മൾ കാണുന്നു. എത്ര വലിയ പണ്ഡിതനാണ്, പക്ഷെ അപ്പോഴും ആ വിനയം കൈവിടാതെ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പാരമ്പര്യമാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന മഹാപണ്ഡിതൻ, സ്വഹാബികളുടെ പണ്ഡിതൻ, ആ പണ്ഡിതൻ കുതിരപ്പുറത്ത് കയറുമ്പോ ആ കയറുന്ന കുതിരയുടെ കടിഞ്ഞാൺ ഇങ്ങനെ പിടിച്ച് റെഡിയാക്കി കൊടുക്കുകയാണ്. നമ്മൾ വാഹനത്തിന്റെ കാറിന്റെ ഡോറൊക്കെ പിടിച്ചു കൊടുക്കുന്ന പോലെ. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അത് ചെയ്യുന്നത് കണ്ടപ്പോ സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ഖുറൈശിയാണ്, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിൽപ്പെട്ടവരാണ്, തങ്ങളാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി കൈപിടിച്ച് വാഹനം ഒരുക്കി തരരുത്. അപ്പോൾ ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, ഞങ്ങളെ പണ്ഡിതന്മാരെ ഇങ്ങനെ ആദരിക്കണമെന്നാണ് ഞങ്ങളോട് റസൂലുള്ളാഹി തങ്ങൾ കൽപ്പിച്ചിട്ടുള്ളത്. ഉടൻ ആ കുതിരപ്പുറത്ത് നിന്നിറങ്ങി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ച് മുത്തം കൊടുത്തിട്ട് മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിന്റെ അഹ്ലു ബൈത്തിനെ ഇങ്ങനെ സ്നേഹിക്കണമെന്നാണ് ഞങ്ങളോട് പഠിപ്പിച്ചിട്ടുള്ളത്. പരസ്പരമുള്ള ആദരവുകളുടെ, വിനയത്തിന്റെ, സ്നേഹപ്രകടനങ്ങളുടെ, ഇൽമിനെയും സയ്യിദന്മാരെയും ഒക്കെ ആദരിക്കുന്ന മനോഹരമായ ഒരു ആത്മീയ പൈതൃകം അത് നമ്മുടെ നാട്ടിലേക്ക് പറഞ്ഞു നൽകി, പഠിപ്പിച്ചു നൽകി, ജീവിതത്തിലൂടെ കാണിച്ചു നൽകി മൺമറഞ്ഞുപോയ മഹാനരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ബർസഖിയായ എല്ലാ ആനന്ദങ്ങളും അള്ളാഹു തആല കൊടുക്കട്ടെ. അവർ ചെയ്തു വെച്ച എത്ര 25 കൊല്ലത്തിലധികമാണ് സ്വഹീഹുൽ ബുഖാരി ദർസ് നടത്തിയത്. മഹാഭാഗ്യമാണ്, മഹാഭാഗ്യമാണ്. അള്ളാഹു തആല അതിനെയൊക്കെ സ്വീകരിക്കട്ടെ. അവരോടുകൂടെ നമ്മളെയൊക്കെ സ്വർഗത്തിൽ ഒരുമിപ്പിക്കട്ടെ. ഉസ്താദ് അവറുകൾക്ക് പകരക്കാരനായി ഒരു ഖൈറായ പകരക്കാരനെ ഉമ്മത്തിന് അള്ളാഹു സമ്മാനിക്കട്ടെ. നമ്മളുടെ ഈ ഒരുമയും ഐക്യവും ഈ ഉമ്മത്തിന്റെ കെട്ടുറപ്പൊക്കെ അള്ളാഹു തആല ഖിയാമത്ത് നാൾ വരെ നിലനിർത്തട്ടെ. ഒരു ബുദ്ധിമുട്ടുകളും കൂടാതെ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ മാർഗത്തിൽ സഞ്ചരിക്കാൻ റബ്ബ് നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ദുആ ചെയ്യുകയാണ്.